കാലവർഷം ശക്തി പ്രാപിച്ചതോടെ തിരുവനന്തപുരം നഗരത്തിൽ മഴ കടുത്തു. ഇന്ന് പുലർച്ചെ മുതൽ നഗരത്തിൽ മഴ തുടർച്ചയായി നിന്നു പെയ്യുകയാണ്. ഏറ്റവും പുതിയ റഡാർ ചിത്രം പ്രകാരം തിരുവനന്തപുരം സിറ്റിയിൽ ഇടത്തരം ശക്തമായ മഴയ്ക്കും മണിക്കൂറിൽ 50 കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റിനും സാധ്യതയുണ്ട്. വരുന്ന 3 മണിക്കൂറിൽ തിരുവനന്തപുരം, ഇടുക്കി, മലപ്പുറം ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് നൽകിയിട്ടുണ്ട്. ഇന്ന് കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് നൽകിയിരിക്കുകയാണ്. ഇവിടങ്ങളിൽ 24 മണിക്കൂറിൽ 115.6 മില്ലിമീറ്റർ മുതൽ 204.4 മില്ലിമീറ്റർ വരെ മഴ ലഭിക്കുമെന്നാണ് അതിശക്തമായ മഴ എന്നതുകൊണ്ട് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അർത്ഥമാക്കുന്നത്. സംസ്ഥാനത്ത് ബുധനാഴ്ച വരെ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കൊങ്കൺ തീരത്തിന് സമീപം മധ്യകിഴക്കൻ അറബിക്കടലിന് മുകളിലായി ചക്രവാത ചുഴിയും കർണാടക തീരം മുതൽ ആന്ധ്രാപ്രദേശ് തീരം വരെ കിഴക്കു പടിഞ്ഞാറ് ന്യൂനമർദ്ദ പാത്തിയും സ്ഥിതി ചെയ്യുന്നതുകൊണ്ട് കൂടിയാണിത്. ശക്തമായ കാറ്റിനും ഇടിമിന്നലിനും സാധ്യതയുണ്ട്. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, എറണാകുളം, തൃശൂർ, പാലക്കാട്, മലപ്പുറം, വയനാട് ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. കൂടാതെ പൊന്മുടി ഭാഗത്ത് കനത്ത മഴയെ തുടർന്ന് മണ്ണിടിച്ചിൽ സാധ്യതയുള്ളതിനാൽ തിങ്കളാഴ്ച മുതൽ ഇനിയൊരു അറിയിപ്പുണ്ടാകുന്നതുവരെ പൊന്മുടി എക്കോ ടൂറിസത്തിലേക്കുള്ള സന്ദർശകരുടെ പ്രവേശനം നിർത്തിവച്ചിരിക്കുന്നതായി തിരുവനന്തപുരം ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസർ അറിയിച്ചു. അതേസമയം പൊന്മുടി തിരുവനന്തപുരം സംസ്ഥാന പാതയിൽ വിതുര, തോട്ടുമുക്ക്, പേരയത്തുപാറ ജംഗ്ഷന് സമീപം റോഡിലേക്ക് നീണ്ടുകിടക്കുന്ന സ്വകാര്യ കമ്പനിയുടെ കേബിൾ അപകടങ്ങൾ വിതയ്ക്കുന്നതായി പരാതിയുമുണ്ട്. കഴിഞ്ഞ ദിവസം പെയ്ത കനത്ത മഴയെ തുടർന്നാണ് കേബിൾ ഇളകി റോഡിലേക്ക് പതിച്ചത്. കേബിളിൽ തട്ടി ഇതിനകം അനവധി അപകടങ്ങൾ നടന്നു. ബൈക്ക് മറിഞ്ഞ് 2 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. ഒരാഴ്ചയായിട്ടും കേബിൾ മാറ്റിയിട്ടില്ല. ധാരാളം പേർ സഞ്ചരിക്കുന്ന മേഖലയാണ് ഈ കേബിൾ കിടക്കുന്നത്. മാത്രമല്ല, വിനോദസഞ്ചാര കേന്ദ്രമായ പൊന്മുടി, ബോണക്കാട്, പേപ്പാറ, കല്ലാർ മേഖലകളിലേക്കായി ധാരാളം സഞ്ചാരികൾ കടന്നുപോകുന്ന പ്രധാന റോഡിലാണ് ഈ അപകടാവസ്ഥ. മാത്രമല്ല, മഴയത്തോടെ നിറഞ്ഞ പൊന്മുടി റോഡിലൂടെയാണ് ജലമൊഴുകുന്നത്. ഇതോടെ മേഖലയിൽ മാലിന്യവും അടിഞ്ഞുകൂടി കിടക്കുകയാണ്. കേബിൾ മാറ്റണമെന്ന് ആവശ്യപ്പെട്ട ബന്ധപ്പെട്ടവർക്ക് പരാതി നൽകിയെങ്കിലും നടപടികൾ സ്വീകരിച്ചില്ല. അടിയന്തരമായി കേബിൾ മാറ്റണമെന്ന് പേരയത്തുപാറ റെസിഡന്റ് അസോസിയേഷൻ ഭാരവാഹികൾ ആവശ്യപ്പെട്ടിട്ടുമുണ്ട്. കാലവർഷത്തിന്റെ കെടുതി കുറയ്ക്കാൻ മുൻകരുതൽ എന്നോണം ചില ജില്ലകളിൽ റെഡ് അലർട്ടും മറ്റു ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട്. മഴയ്ക്ക് മുമ്പേ എത്തുന്ന കാറ്റിൽ മരങ്ങൾ കടപുഴകാനുള്ള സാധ്യത കൂടുതലാണ്. മരക്കൊമ്പുകൾ ഒടിഞ്ഞ് വൈദ്യുതി ലൈനുകളിലും ഓടിക്കൊണ്ടിരിക്കുന്ന വാഹനങ്ങൾക്ക് മീതെയും വീണ് അപകടമുണ്ടാകാറുമുണ്ട്. കഴിഞ്ഞ ദിവസം ബാലരാമപുരം ഉച്ചക്കട ജംഗ്ഷനിൽ ഓടിക്കൊണ്ടിരുന്ന വാഹനത്തിന് മുകളിൽ കൂറ്റൻ മരം വീണു. വാഹനത്തിലുണ്ടായിരുന്ന കിടാരക്കുഴി സ്വദേശി അഭിലാഷ്, ഭാര്യ, സഹോദരൻ എന്നിവർ അതിശയകരമായി രക്ഷപ്പെടുകയായിരുന്നു. അസമയത്ത് വാഹനമോടിക്കുന്നവരും ജാഗ്രത പുലർത്തണം. അമിത വേഗത മഴയ സമയത്ത് കൂടുതൽ അപകടമുണ്ടാക്കും. അത്യാവശ്യ യാത്ര മാത്രമേ മഴക്കാലത്ത് നടത്താവൂ. കിണറുകളിലിറങ്ങൽ, ലോഹമേൽക്കൂരകളിൽ പണി ചെയ്യൽ, നിറഞ്ഞൊഴുകുന്ന പുഴകളിലെ മീൻപിടുത്തം എന്നിവയും ഒഴിവാക്കണം. മഴയ്ക്കൊപ്പം അപകടങ്ങളും ഓർക്കാപ്പുറത്തുണ്ടാകുമെന്ന് ഓർത്തിരിക്കണം. സ്വന്തം ജീവനാണ് പരമപ്രധാനമെന്ന യാഥാർത്ഥ്യം മറന്നുപോകരുത്. പ്രതീക്ഷിക്കാവുന്ന ആഘാതങ്ങൾ ഇവയൊക്കെയാണ്. പ്രധാന റോഡുകളിലെ വെള്ളക്കെട്ട്, വാഹനങ്ങളിലെ കാഴ്ചമങ്ങൽ എന്നിവയ്ക്ക് സാധ്യതയുള്ളതിനാൽ ഗതാഗതക്കുരുക്ക് ഉണ്ടാകാം. താഴ്ന്ന പ്രദേശങ്ങളിലും നദീതീരങ്ങളിലും വെള്ളക്കെട്ട്, വെള്ളപ്പൊക്കം എന്നിവയ്ക്ക് സാധ്യതയുണ്ട്. മരങ്ങൾ കടപുഴകി വീണാൽ വൈദ്യുതി തടസ്സം, അപകടം എന്നിവയിലേക്ക് നയിച്ചേക്കാം. വീടുകൾക്കും കുടിലുകൾക്കും ഭാഗിക കേടുപാടുകൾക്ക് സാധ്യത. ഉരുൾപൊട്ടലിനും മണ്ണിടിച്ചിലിനും സാധ്യത. മഴ മനുഷ്യരെയും കന്നുകാലികളെയും പ്രതികൂലമായി ബാധിക്കാനും തീരപ്രദേശത്തെ സുരക്ഷിതമല്ലാത്ത ഘടനകൾക്ക് നാശമുണ്ടാക്കാനും സാധ്യതയുണ്ട്. നിർദ്ദേശങ്ങൾ ഇവയാണ്. ഗതാഗതം കാര്യക്ഷമമായി നിയന്ത്രിക്കുക. അത്യാവശ്യമല്ലാത്ത യാത്രകൾ ഒഴിവാക്കി ആളുകൾ സുരക്ഷിത മേഖലകളിൽ തുടരുക. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.